സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് മോട്ടോർ വാഹന വകുപ്പ്. കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കി. പകരം സിക്സാഗ് ഡ്രൈവിങ്ങും പാർക്കിങ്ങും ഉൾപ്പെടുത്തും. പുതിയ മാറ്റങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത്. തൃക്കാക്കരയിലെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിലുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി വിനീത വി ജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ലേണേഴ്സൊക്കെ ലൈസൻസൊക്കെ എടുക്കാൻ ചെല്ലുന്ന ആൾക്കാർ വല്ലാണ്ട് വലയോ? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ തൃക്കാക്കരയിലുള്ള ഡ്രൈവിംഗ് പരിശീലനമൊക്കെ നടക്കുന്ന ഗ്രൗണ്ടിലാണുള്ളത്. ഇവരുടെ ടെക്സ്റ്റ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എസ്കെൻ ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് ഇവരിലേക്ക് തന്നെ പോയിട്ട് ഇവർ പരിശീലകരാണ്. അതായത് ഈ കുട്ടികൾ ഇനി വലയേണ്ടി വരുമോ ഈ പുതിയൊരു നടപടികൾ കൂടി വരുമ്പോൾ? മെയ് 1 മുതലാണ് നമ്മളിത് പ്രാബല്യത്തിൽ വരുമെന്നാണ് നമ്മളുടെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കിട്ടിയ സർക്കുലർ പ്രകാരം അറിയാൻ സാധിച്ചത്. അപ്പൊ ഇപ്പോഴത്തെ രീതിയിൽ വ്യത്യാസം വരുമ്പോൾ എന്ത് കാര്യവും പുതിയതായിട്ട് വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെന്തായാലും എല്ലാ കാര്യങ്ങളിലുള്ള പോലെ തന്നെ ഈ കാര്യത്തിലും ഉണ്ടാവും. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്കിവിടെ ഗ്രൗണ്ടുകളിലൊന്നുമില്ല. മോട്ടോർ വാഹന വകുപ്പിന് തന്നെ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെതായ ഗ്രൗണ്ടുകൾ വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഗ്രൗണ്ടുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. എങ്ങനെയുണ്ട് ഈ പഠിക്കാൻ വരുന്നവർക്കൊരു ആശങ്കയുണ്ടോ? ഇനി മുതൽ സിക്സാഗ് ഒപ്പം തന്നെ പാർക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്? ഉണ്ട് ആശങ്കയുണ്ട്. അപ്പൊ അതെങ്ങനെ പഠിക്കുമെന്നുള്ള അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ഈ ഗ്രൗണ്ട് ഇവിടെ ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ ആ രീതിയിൽ മാറേണ്ടി വരും. പക്ഷെ ഇത്തരം ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ നിരത്തിലേക്ക് റോഡുകളിലേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ സുരക്ഷിതമായി നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുമെന്നൊരു മേൽക്കോമയും കൂടി ഉണ്ടല്ലോ. അതുണ്ട്. പക്ഷെ ആ രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യം ഉണ്ടാകണം. അതുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ രീതിയിലേക്ക് മാറാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമ്മൾ കാണുന്നതിലേറെയും കുട്ടികളാണ് ഇപ്പോൾ ഇവിടുത്തെ പരിശീലനത്തിനായി എത്തിയിരിക്കുന്നത്. അവരുടെ ഒരു ഡെയിലി ഒരു 120 പേരോളം വരുന്നുണ്ട്. അപ്പൊ ഈ 30 പേരാക്കി കുറച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കുട്ടികൾക്ക് ടെസ്റ്റ് നടത്തി പോകാനുള്ള സമയം വൈകും. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ കൂടുതൽ നിയമിച്ച് അതിനുള്ള സൗകര്യം ഉണ്ടാക്കണം. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം ഉണ്ടാക്കണം. നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ഇപ്പൊ ഈ പുതിയ രീതി എന്തായാലും നല്ലത് തന്നെയാണ്. അതിനോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ അതിനുള്ള സൗകര്യം കൂടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കണം. തീർച്ചയായും എസ്കെൻ, ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ അല്പസമയത്തിന് ഇപ്പോൾ ടെസ്റ്റ് ആരംഭിക്കും. അതിനുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ അവരെത്തി ഇവിടെ ചെറിയ രീതിയിൽ അവർക്കൊരു ആത്മവിശ്വാസമൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്താണെങ്കിലും പുതിയ നടപടികൾ അത് മെയ് 1 മുതൽ പ്രാബല്യത്തിലെത്തും. എസ്കെൻ, ഓക്കെ, താങ്ക് യു വിനീത വിജയ്. തൃക്കാക്കരയിൽ നിന്നാണ് വിനീത നമുക്കൊപ്പം ചേർന്ന്.